ഹായ് ലേണേഴ്സ്, iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെറ്റ് കൊമേഴ്സിന്റെ 2025 സെറ്റ് കൊമേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യത്തെ ഒരു 10 ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ബാലൻസ്ഡ് ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ പോകാം. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, ഇതെല്ലാം നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്നതെല്ലാം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ. അപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യം എന്തറിയണം, എന്താണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്? നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഈ ഒരു പുതിയ ലോകം, ഈ ഒരു ന്യൂ വേൾഡിൽ നമുക്ക് ഈ പഴയ കാര്യങ്ങൾ ട്രഡീഷണൽ ആയിട്ട് പണ്ട് തൊട്ടേ പഠിച്ചു വരുന്ന ക്ലീഷേ ഐറ്റംസ് അല്ല. അപ്പൊ നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ പണ്ട് തൊട്ടേ മാനേജ്മെന്റ് പഠിച്ചു വരുന്നു. എന്നാൽ സ്ട്രാറ്റജിക് മാനേജ്മെന്റും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാനേജ്മെന്റ് ബൈ ഓബ്ജക്റ്റീവ്സും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി റീസെന്റ് ആയിട്ട് വരുന്നതായതുകൊണ്ട് അത് നമ്മൾ ഇച്ചിരി കൂടി ഫോക്കസ് കൊടുത്ത് തന്നെ പഠിക്കേണ്ടതാണ്. സോ മാനേജ്മെന്റ് എന്താണെന്ന് അറിയാം. അപ്പോൾ എന്താണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. നമ്മളുടെ ക്ലാസ്സുകളിൽ, നിങ്ങൾ ക്ലാസ്സുകൾ കണ്ട് പഠിക്കുമ്പോൾ നമ്മുടെ വീഡിയോ ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ആ ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് നമ്മുടെ സെറ്റ് കൊമേഴ്സിന്റെ ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് കണ്ട് പഠിക്കുവാണെങ്കിൽ, ചെറിയ ചെറിയ നോട്ടുകൾ കൂടി അതിന്റെ കൂടെ പ്രിപ്പയർ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇനി ഈ ഒരു സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ചോദിക്കുമ്പോൾ സ്റ്റെപ്സ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതിന്റെ ആ ഒരു പ്രോസസ്സ് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി ഇതൊന്നും അറിയത്തില്ലെങ്കിലും ഈ ഒരു ഓപ്ഷൻസിൽ നിന്ന് നമ്മുടെ ഒരു ലോജിക്ക് വെച്ചിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്തിക്കൂടെ? ഈ ഒരു ഓപ്ഷൻസ് കാണുമ്പോൾ ഒരു ലോജിക്ക് വെച്ചിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം അല്ലേ? നമുക്ക് നോക്കാം ഓപ്ഷൻസ്. സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ, എൻവയോൺമെന്റൽ സ്കാനിങ്, നിങ്ങൾ ആൻസർ ഓൾറെഡി നമ്മൾ ആൻസർ ആണ് എടുത്ത് വെച്ചിരുന്നത് അല്ലേ? സോ സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ, എൻവയോൺമെന്റൽ സ്കാനിങ്, സ്ട്രാറ്റജി ഇവാലുവേഷൻ, സ്ട്രാറ്റജിക് കൺട്രോൾ. ഈ 4 ഫസ്റ്റ് വരുന്നത് ഏതായിരിക്കും? ഇങ്ങനെയുള്ള സ്റ്റെപ്പുകൾ നമുക്കിപ്പോൾ ഈ ഒരു ചോദ്യമല്ല, നമ്മുടെ എക്സാമിന് പല ചോദ്യങ്ങളിലും ഇങ്ങനെ പ്രോസസ്സുകളും അതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ ചോദിക്കുമ്പം നമുക്കിത് കാണുമ്പോൾ ഒരു ഐഡിയ തോന്നും അല്ലേ? ഇതിനകത്ത് ഇപ്പൊ ഇംപ്ലിമെന്റേഷൻ ആണോ ആദ്യം വരുന്നത്? ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ആണോ ആദ്യം നമ്മൾ ചെയ്യുന്നത്? അല്ല. അപ്പോൾ അതൊരിക്കലും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരില്ല അല്ലെ? ഇനി ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ അത് ഇംപ്ലിമെന്റേഷനും കഴിഞ്ഞിട്ടാണ് ഇവാലുവേഷൻസ് നടത്തുന്നത്. കൺട്രോളും ഇതൊന്നും ആദ്യം വരുന്നില്ല. എൻവയോൺമെന്റ് സ്കാനിങ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. എന്നാൽ ഇങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല, ഇതുപോലെ സ്റ്റെപ്പുകളൊക്കെ ചോദിക്കുമ്പം നിങ്ങൾക്കിനി ആ ഒരു സ്റ്റെപ്സ് അറിയത്തില്ലെങ്കിലും ഒന്ന് വായിച്ചു നോക്കുക. സ്റ്റെപ്പുകൾ വായിക്കുമ്പോൾ ഓരോന്നും കാണുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ, ഇതൊരിക്കലും ഫസ്റ്റ് വരില്ല. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നത് ഏതായിരിക്കും എന്നൊന്ന് ചിന്തിച്ചിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻവയോൺമെന്റ് സ്കാനിങ് ആണ്. സ്റ്റെപ്പുകൾ എങ്ങനെയാണ് പോകുന്നത്? എൻവയോൺമെന്റ് സ്കാനിങ്, സ്ട്രാറ്റജി ഫോർമുലേഷൻ, സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ, സ്ട്രാറ്റജി ഇവാലുവേഷൻ. അപ്പോൾ ഈ ഒരു തരത്തിലാണ് നമ്മുടെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ്സ് പോകുന്നത്. എൻവയോൺമെന്റ് സ്കാനിങ് ആണ് ഫസ്റ്റ്, ദെൻ അത് കഴിഞ്ഞാണ് നമ്മൾ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നത്. എന്തായാലും ഫോർമുലേറ്റ് ചെയ്തിട്ടല്ലേ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇംപ്ലിമെന്റേഷനും കഴിഞ്ഞിട്ടല്ലേ ഇവാലുവേഷൻ നടക്കുകയുള്ളൂ. സോ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പാണ് എൻവയോൺമെന്റൽ സ്കാനിങ്. എൻവയോൺമെന്റൽ സ്കാനിങ് എന്ന് പറയുമ്പോൾ പ്രോസസ് ഓഫ് കളക്ടിങ്, സ്ക്രൂട്ടനൈസിങ് ആൻഡ് പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ഫോർ സ്ട്രാറ്റജിക് പേർപ്പസസ്. എൻവയോൺമെന്റിനെ പറ്റി പഠിക്കുകയാണ്. ആദ്യം നമ്മുടെ ബിസിനസിന്റെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റിനെ സ്കാൻ ചെയ്യാന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് എന്താ, ആ എൻവയോൺമെന്റിനെ പറ്റി ഒരു ഇൻഡെപ്ത് സ്റ്റഡി നടത്തുകയാണ് അല്ലേ? നമ്മുടെ ബിസിനസിന്റെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റിനെ പറ്റി നമ്മൾ ആദ്യം ഒരു സ്റ്റഡിയാണ് നടത്തുന്നത്. ദെൻ അതിനുശേഷമാണ് സ്ട്രാറ്റജി നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ എൻവയോൺമെന്റിനെ പറ്റി പഠിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മളൊരു സ്ട്രാറ്റജി എടുക്കുന്നത്. കാരണം നമ്മുടെ ബിസിനസ്സിന് സ്യൂട്ട് ആവുന്ന സ്ട്രാറ്റജി വേണ്ടേ നമുക്ക് എടുക്കാൻ. സോ ആ ഒരു എൻവയോൺമെന്റ് സ്കാനിങ്ങിന് ശേഷം നമ്മളുടെ ബിസിനസ്സിൽ നമ്മളൊരു സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നത്? ഫോർ അക്കംപ്ലിഷിംഗ് ദി ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ദെൻ അതിനുശേഷമാണ് സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ വരുന്നത്. അതായത് നമ്മൾ സെലക്ട് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത സ്ട്രാറ്റജി നമ്മൾ നമ്മുടെ ഓർഗനൈസേഷനിൽ ഇംപ്ലിമെന്റ് ചെയ്യാണ് അല്ലേ? ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറയുമ്പോൾ പുട്ടിംഗ് ദ ഓർഗനൈസേഷൻ സ്ട്രാറ്റജി ഇൻ ടു ആക്ഷൻ, നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷമാണ് ഇവാലുവേഷൻ. ഇറ്റ് ഈസ് ദ ഫൈനൽ സ്റ്റെപ്പ് ഓഫ് സ്ട്രാറ്റജി മാനേജ്മെന്റ് പ്രോസസ്.
ഇവാലുവേഷൻ എന്തിനാണ് നമ്മൾ നടത്തുന്നത്? നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ നമ്മൾ ആദ്യം ഫോർമുലേറ്റ് ചെയ്ത് വെച്ചതുപോലെ തന്നെയാണോ ഇംപ്ലിമെന്റേഷൻ നടന്നത്, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ അത് മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് നമ്മളുടെ ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പാൻഡ് BPR. BPR എന്നൊരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. BPR എന്ന് പറഞ്ഞാൽ BPO ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്. ഔട്ട്സോഴ്സിങ്ങിനെ ഒക്കെ പറയുമ്പോൾ BPO ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. BPR-ഉം കേട്ടിട്ടുണ്ടാകാനാണ് ചാൻസ്. ഇനി കേട്ടിട്ടില്ലാത്തവരാണെങ്കിലും നമുക്ക് നോക്കാം. ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ആണോ, അതോ ബിസിനസ് പ്രോസസ് റീ ഓർഗനൈസിങ്, ബിസിനസ് പ്രോഗ്രാം റീ എഞ്ചിനീയറിംഗ്, ബിസിനസ് പ്രോഗ്രാം റീ ഓർഗനൈസിങ്? ഇതിലേതാണ് BPR എന്ന് പറയുന്നത്? പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാകും. ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്. ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗിനെയാണ് നമ്മൾ ചെറുതാക്കി BPR എന്ന് പറയുന്നത്. സോ BPR സ്റ്റാൻഡ്സ് ഫോർ ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്. എന്താണ് ഈ BPR എന്ന് അറിഞ്ഞിരിക്കണം അല്ലേ? എന്താണ് BPR? ഇറ്റ്സ് എ മാനേജ്മെന്റ് സ്ട്രാറ്റജി ഇൻവോൾവ് റീഡിസൈനിങ് ബിസിനസ് പ്രോസസ് ടു ഇംപ്രൂവ് പെർഫോമൻസ്. നമ്മുടെ ബിസിനസ്സിനകത്തുള്ള നമ്മുടെ ബിസിനസ് പ്രോസസ്സുകളെ ഒന്ന് റീഡിസൈൻ ചെയ്യുന്നു. എന്തിനാ റീഡിസൈൻ ചെയ്യുന്നത്? നമ്മുടെ പെർഫോമൻസ് ഒക്കെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ. ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാണ്. ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്ത് ആ ഒരു എക്സാം എഴുതി കഴിയുമ്പോൾ, ഇപ്പോൾ സെറ്റ് എക്സാമിനായിക്കോട്ടെ നെറ്റ് എക്സാമിനായിക്കോട്ടെ, നമ്മൾ പ്രിപ്പയർ ചെയ്തു, എക്സാം എഴുതി, നമ്മൾ എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് ഒന്നും കിട്ടിയില്ല. നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് അവിടെ കൊണ്ട് ഉപേക്ഷിക്കുവാണോ ചെയ്യുന്നത്? അല്ല, നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് റീഡിസൈൻ ചെയ്യും അല്ലേ? നമ്മുടെ സ്റ്റഡീസിനെ റീഡിസൈൻ ചെയ്യും. ഇപ്പൊ നമ്മൾ ഇത്രയും നാൾ പഠിച്ച സ്റ്റഡി, നമ്മുടെ ആ ഒരു രീതികൾ ഇൻഇഫക്റ്റീവ് ആണ്, അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പഠിക്കണം. നമ്മൾ ഇത്രയും നാൾ ഫോളോ ചെയ്ത സ്ട്രാറ്റജി പോരാ, അപ്പൊ ഈ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് അവിടെ കൊണ്ട് ഉപേക്ഷിക്കാതെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് നമ്മുടെ ലൈഫിലോട്ടും കൊണ്ടുവരാം അല്ലേ? നമ്മളൊന്ന് റീഡിസൈൻ ചെയ്യാണ്. സോ നമ്മളുടെ ബിസിനസ്സിനെ റീഡിസൈൻ ചെയ്യുന്നത് പോലെ നമ്മളുടെ സ്റ്റഡീസിനെ നമ്മളൊന്ന് റീഡിസൈൻ ചെയ്യുന്നു. ചില കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട്, ഇപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ സമയം നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷന് വേണ്ടി എടുക്കുന്നു, അല്ലെങ്കിൽ മാത്സിലാണ് നമ്മൾ വീക്കെങ്കിൽ മാത്സ് പഠിക്കാൻ നമ്മൾ കുറച്ച് കൂടുതൽ സമയം മാറ്റി വെക്കുന്നു. വീക്ക് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് അതിന് കൂടുതൽ ടൈം കൊടുത്ത് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു റീഡിസൈനിങ്ങിൽ കൂടി നമുക്കൊരു നെക്സ്റ്റ് ടൈം നമ്മൾ എക്സാം എഴുതുമ്പോൾ ആ ഒരു പെർഫോമൻസ് അവിടെ എന്ത് ചെയ്യും? കുറച്ചുകൂടി ഇംപ്രൂവ് ആകും അല്ലേ? കഴിഞ്ഞ വട്ടത്തെക്കാട്ടിൽ കൂടുതൽ മാർക്ക് ഈ ഒരു നെക്സ്റ്റ് ടൈം നമ്മൾ എഴുതുമ്പോൾ ഉറപ്പായിട്ടും കിട്ടും. നമുക്ക് എക്സാമിന് മാർക്ക് കുറയുന്നതും നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതുമൊക്കെ നമ്മുടെ ഡെഫിസിറ്റ് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളുടെ പ്രോബ്ലംസ് കൊണ്ടാണ്. കാരണം നമ്മളെപ്പോഴും നമുക്ക് കിട്ടുന്ന ടൈം മാത്രം പഠിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കംഫർട്ട് സോണുകൾ നമ്മൾ നോക്കും അല്ലേ? ചില സമയങ്ങളിൽ നമ്മൾ തന്നെ എക്സ്ക്യൂസുകൾ കാണാറുണ്ട്. ഇന്നിനിയും പഠിക്കാൻ പറ്റില്ല, ഇങ്ങനെ 1-2 കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളുണ്ട്, ഇങ്ങനെ കുറച്ച് എക്സ്ക്യൂസുകൾ കൊണ്ട് നിറച്ചിട്ട് നമ്മൾ സ്വയം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാണ്. അങ്ങനെ എക്സ്ക്യൂസുകൾ വെക്കുമ്പോൾ നമ്മൾ ആരോടാണ് ഈ എക്സ്ക്യൂസ് വെക്കുന്നത്? നമ്മളോട് തന്നെയാണ് അല്ലേ? നമ്മളോട് തന്നെയാണ് എക്സ്ക്യൂസ് വെക്കുന്നത്. ഇങ്ങനെ എക്സ്ക്യൂസ് വെച്ചിട്ട് നമ്മളുടെ പഠിത്തം പുറകോട്ട് പോയാൽ അതിൻ്റെ നഷ്ടം നമുക്ക് മാത്രമായിരിക്കും. സോ നമ്മളെപ്പോഴും വീക്കായിട്ടുള്ള ഏരിയാസിനെ അങ്ങ് വിടാതെ അതിനെ കൂടുതലായിട്ട് പഠിച്ച് അവിടെ നമ്മളൊരു മാസ്റ്ററിങ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു എക്സാമിനും മുന്നിലെത്താനായിട്ട് പറ്റുള്ളൂ. നമുക്കറിയാം, എല്ലാ എക്സാമിനും ഇപ്പോൾ കോമ്പറ്റീഷൻ ആണ്. ഈ കോമ്പറ്റീഷൻ ആണ് എന്ന് പറയുമ്പോൾ എല്ലാവരും കോമ്പീറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ എഴുതുന്ന എല്ലാവരോടും നമ്മളും കോമ്പീറ്റ് ചെയ്യണം അല്ലേ? ഇപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളെ പോലെ തന്നെയാണ് മറ്റൊരാളും എക്സാം എഴുതുന്നത്. സോ നമ്മൾ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മളുടെ മാക്സിമം എഫിഷ്യൻസി, നമ്മളുടെ മാക്സിമം പെർഫോമൻസ് അവിടെ വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ ഇറ്റ് ഇൻവോൾവ് അനലൈസിങ് വർക്ക് ഫ്ലോ, ഐഡന്റിഫൈങ് bottlenecks and deploying innovative solutions. BPR optimizes operations, കട്ട് കോസ്റ്റ് ആൻഡ് ബൂസ്റ്റ് പ്രൊഡക്ടിവിറ്റി. നമ്മൾ ഈ ഒരു ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗിൽ കൂടി എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ ബിസിനസിന്റെ പ്രോസസ്സുകളെ ഒന്ന് റീഡിസൈൻ ചെയ്യാണ്. ഇങ്ങനെ റീഡിസൈനിങ് ചെയ്യുന്നത് എന്തിനാ? നമ്മളുടെ കോസ്റ്റ് കുറയ്ക്കണം. ചിലപ്പോൾ നമ്മുടെ ബിസിനസ് ഇപ്പോൾ റൺ ചെയ്യുന്നത് ഭയങ്കര കോസ്റ്റ് കൂടുതലായിരിക്കും, അതൊന്ന് കുറയ്ക്കാം. അപ്പോൾ അതിനു വേണ്ടി എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം? അതേപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി കൂട്ടണം, അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ഗ്രോത്തും കോമ്പറ്റീറ്റീവ്നെസ്സും ഒക്കെ നമുക്കൊന്ന് ബൂസ്റ്റ് ചെയ്യണം. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഓർഗനൈസേഷനിൽ കൊണ്ടുവരണം? ഇതാണ് നമ്മളുടെ ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗിൽ കൂടി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ്
is not one of Michael Porter's 3 generic competitive strategy. പോർട്ടറുടെ കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജീസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം. ഇനി അല്ലായെങ്കിലും ഇതെന്താണ് എന്നറിയാവുന്നവർക്കും ഒറ്റയടിക്ക് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും അല്ലേ. പോർട്ടറുടെ 3 ജനറിക് കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജിയിൽ വരാത്തതിൽ ഇതിലേതാണ്? കോസ്റ്റ് ലീഡർഷിപ്പ്, ഡിഫറൻഷിയേഷൻ, ഫോക്കസ്. ഇത് മൂന്നും സ്ട്രാറ്റജിയിൽ വരുന്നതാണ് അല്ലേ. മാർക്കറ്റ് പെനട്രേഷൻ മാത്രമേ അവിടെ വരാത്തതായിട്ട് നമുക്കുള്ളൂ. മാർക്കറ്റ് പെനട്രേഷൻ ഒക്കെ എന്താണെന്ന് എക്കണോമിക്സിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. സോ 3 ജനറിക് കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജിയിൽ വരുന്നതാണ് കോസ്റ്റ് ലീഡർഷിപ്പ്, ഡിഫറൻഷിയേഷൻ ആൻഡ് ഫോക്കസ്. സോ മാർക്കറ്റ് പെനട്രേഷൻ ആണ് അവിടെ വരാത്തത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു പോർട്ടറുടെ ജനറിക് കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ജനറിക് മോഡൽസ് എന്തൊക്കെയാണെന്ന് നോക്കണം. There are 3 basic strategic options available to organization for gaining competitive advantage. എന്തിനാണ് ഈ ഒരു 3 ജനറിക് സ്ട്രാറ്റജീസ് കൊണ്ടുവന്നിട്ടുള്ളത്? കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ടാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. നമ്മുടെ ഈ ഒരു പോർട്ടർ ജനറിക് കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജീസ് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജീസ് ആണ്. അല്ലെങ്കിൽ പോർട്ടറുടെ ജനറിക് സ്ട്രാറ്റജീസ് എന്നൊക്കെ ചോദിച്ചാലും പോർട്ടർ കൊണ്ടുവന്നിട്ടുള്ള ജനറിക് സ്ട്രാറ്റജീസ് എന്തിനാണെന്ന് ചോദിച്ചാൽ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്, ഒരു ഫേമിന് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടാനാണ്. അതായത് മറ്റൊരു ഫേമുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഇവർക്കൊരു അഡ്വാൻറ്റേജ് അവിടെ വേണം, ഇവരൊരു കുറച്ചുകൂടി മുന്നിൽ നിൽക്കണം. എന്നാലല്ലേ നമുക്ക് കോമ്പീറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് കസ്റ്റമർ ബേസ് ഒക്കെ ഉണ്ടാകുള്ളൂ. സോ ഈ ഒരു തരത്തിൽ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടാനാണ് ജനറിക് സ്ട്രാറ്റജീസ് പോർട്ടർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അതിൽ ഏതൊക്കെയാണ് ആ 3 സ്ട്രാറ്റജീസിൽ വരുന്നതാണ് കോസ്റ്റ് ലീഡർഷിപ്പ്, ഡിഫറൻഷിയേഷൻ, ഫോക്കസ് സ്ട്രാറ്റജി. കോസ്റ്റ് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ മനസ്സിലാകും അല്ലേ. മിനിമൈസിങ് പ്രൊഡക്ഷൻ കോസ്റ്റ് ടു ഓഫർ ലോ പ്രൈസസ് ആൻഡ് ഗെയിൻ മാർക്കറ്റ് ഷെയർ. കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജിയിൽ കൂടി എങ്ങനെയാണ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജിയിൽ കൂടി നമുക്ക് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടുന്നത് എങ്ങനെയാ? കോസ്റ്റ് ലീഡർഷിപ്പ് ആണ്. കോസ്റ്റ് മാക്സിമം കുറയ്ക്കും. നമ്മളെപ്പോഴും നമ്മളുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് എപ്പോഴും മിനിമൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പ്രൊഡക്ഷൻ കോസ്റ്റ് കുറഞ്ഞാൽ നമുക്കും കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ വിൽക്കാം അല്ലേ. നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവാണെങ്കിൽ നമുക്ക് കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ വിൽക്കാനായിട്ട് പറ്റും. അങ്ങനെ കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ വിൽക്കുമ്പോൾ നമുക്ക് വിലയുടെ ബേസിൽ, പ്രൈസിന്റെ ബേസിൽ നമ്മുടെ പ്രൊഡക്റ്റുകൾക്ക് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടും. ഈ സെയിം പ്രൊഡക്റ്റ് മറ്റൊരു കമ്പനി ഇറക്കുന്നത് ഒരു 100 രൂപയ്ക്കാണെങ്കിൽ നമ്മളുടെ കമ്പനിക്ക് അതൊരു 80 രൂപയ്ക്കോ 70 രൂപയ്ക്കോ ഇറക്കാൻ പറ്റിയെങ്കിൽ നമുക്ക് അവിടെ പ്രൈസിന്റെ ബേസിൽ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് അവിടെ കിട്ടും അല്ലെ. അങ്ങനെ നമുക്ക് മാർക്കറ്റ് ഷെയർ ഇംപ്രൂവ് ചെയ്യാം. അപ്പൊ എല്ലാവരും നമ്മുടെ കയ്യിൽ നിന്നേ വാങ്ങുള്ളൂ. മറ്റവരുടെ അടുത്ത് 100 രൂപയാണ്, സെയിം ക്വാളിറ്റിയിൽ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് 80 രൂപയ്ക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ എല്ലാ കസ്റ്റമേഴ്സും നമ്മുടെ അടുത്തേക്കായിരിക്കും വരുന്നത്. കൂടുതൽ കസ്റ്റമർ ബേസ് ഉണ്ടാകുമ്പോൾ നമുക്ക് മാർക്കറ്റ് ഷെയർ അവിടെ ഇൻക്രീസ് ചെയ്യും. അതാണ് കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജിയിൽ പറയുന്നത്. കോസ്റ്റ് കുറച്ചുകൊണ്ട് മാർക്കറ്റിൽ ലീഡർ ആകാം, അല്ലെങ്കിൽ കോസ്റ്റ് കുറച്ചുകൊണ്ട് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടാം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കോസ്റ്റ് കുറയ്ക്കുന്നതിൽ കൂടി പ്രൈസ് കുറയ്ക്കാൻ പറ്റും. പ്രൈസ് കുറയ്ക്കുമ്പോൾ കൂടുതൽ ആളുകളെല്ലാം നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് വരും. അങ്ങനെ നമുക്കൊരു മാർക്കറ്റ് ഷെയർ അവിടെ ഗെയിൻ ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമതാണ് ഡിഫറൻഷിയേഷൻ സ്ട്രാറ്റജി. ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു യുണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതായത് മറ്റ് കമ്പനീസ് കൊടുക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനകത്ത് എന്തെങ്കിലും ഒരു അഡീഷണൽ ക്വാളിറ്റി കൂടി വെച്ചിട്ട് കൊടുക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ പ്രൊഡക്റ്റിനെ അവിടെ യുണീക്കായിട്ട് നമുക്ക് നിർത്താനായിട്ട് പറ്റും. അങ്ങനെ യുണീക്കായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് വരുമ്പോൾ ആളുകളെല്ലാം ഈ ഒരു പ്രൊഡക്റ്റിലേക്കായിരിക്കും കൂടുതലും വരുന്നത്. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം? കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഗെയിൻ ചെയ്യാനായിട്ട് പറ്റും. ദെൻ അതുപോലെ പ്രീമിയം പ്രൈസിൽ നമുക്ക് ആ പ്രൊഡക്റ്റുകൾ കൊടുക്കാനും പറ്റും. ഇപ്പൊ നമുക്ക് ഐഫോൺസ് എന്ന് പറയുമ്പോൾ അവരവിടെ ഒരു യുണീക്നെസ് ആ ഒരു ഫോണിൽ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ സേഫ്റ്റി ആകാം, അല്ലെങ്കിൽ അതിന്റെ ക്യാമറ ക്വാളിറ്റി ആകാം. അങ്ങനെ ഒരു യുണീക്നെസ് കൊണ്ടുവന്നത് കൊണ്ട് ആ ഒരു ഡിഫറൻഷിയേഷൻ സ്ട്രാറ്റജിയാണ് അവരവിടെ ചൂസ് ചെയ്തത്. അങ്ങനെ യുണീക്കായിട്ട് ആ പ്രൊഡക്റ്റ് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ വില കൂടുതലാണെങ്കിലും പ്രീമിയം പ്രൈസ് ആണെങ്കിലും ഒരു വലിയ കസ്റ്റമർ ബേസ് അവർക്കും വരുന്നുണ്ട്. സോ ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം? കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഗെയിൻ ചെയ്യാനായിട്ട് പറ്റും. മൂന്നാമത്തതാണ് ഫോക്കസ് സ്ട്രാറ്റജി. ഫോക്കസ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അത് നിശ്ചയ മാർക്കറ്റുകളെ, അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മാർക്കറ്റിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന കോസ്റ്റ് ലീഡർഷിപ്പും ഡിഫറൻഷിയേഷനും ഒക്കെ കൊണ്ടുവരുവാണെങ്കിൽ അതാണ് ഫോക്കസ് സ്ട്രാറ്റജിയിൽ വരുന്നത്. നമുക്കത് എന്താണെന്നൊന്ന് കാണാം. സോ ഇവിടെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജും സ്കോപ്പും കാണുന്നുണ്ട്. ടോട്ടൽ മാർക്കറ്റിനെ നോക്കിയിട്ട് മൊത്തം മാർക്കറ്റിനെയും ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ 2 സ്ട്രാറ്റജിയാണ്, കോസ്റ്റ് ലീഡർഷിപ്പും ഡിഫറൻഷിയേഷനും. ഇനി നിശ്ചയ മാർക്കറ്റ്, ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഒരു ചെറിയൊരു കൂട്ടം കസ്റ്റമേഴ്സിനെ മാത്രം നമ്മൾ നോക്കിക്കൊണ്ടാണ് ഈ ഒരു സ്ട്രാറ്റജീസ് ഇറക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ഇറക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് കോസ്റ്റ് ഫോക്കസ് അല്ലെങ്കിൽ ഡിഫറൻഷിയേഷൻ ഫോക്കസ്. ഈ പറഞ്ഞ സ്ട്രാറ്റജീസ് തന്നെ
ആ ഒരു മാർക്കറ്റിനെ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ ഫോക്കസ് എന്ന് വന്നിട്ടുള്ളത്. കോസ്റ്റ് ഫോക്കസും ഡിഫറൻഷിയേഷൻ ഫോക്കസും. ഇങ്ങനെ നമുക്ക് മൊത്തത്തിൽ 3 സ്ട്രാറ്റജിയാണ്: കോസ്റ്റ് ലീഡർഷിപ്പ്, ഡിഫറൻഷിയേഷൻ. ഇത് രണ്ടും കൂടെ ചേർത്ത് നമ്മൾ ഫോക്കസ് സ്ട്രാറ്റജി എന്നും പറയാം. സോ ഇത്തരത്തിലാണ് നമ്മളുടെ സ്ട്രാറ്റജീസ് വരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഗ്ലോബലൈസേഷൻ ഓഫ് ഇന്ത്യൻ എക്കണോമി റിഫേഴ്സ് ടു. എന്താണ് ഗ്ലോബലൈസേഷൻ? എന്താണെന്ന് നമുക്കറിയാം അല്ലേ? നമ്മളുടെ ഇന്ത്യൻ എക്കോണമി വേൾഡ് എക്കോണമിയുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതല്ലേ ഗ്ലോബലൈസേഷൻ? ഗ്ലോബൽ അല്ലെ, നമ്മുടെ വേൾഡിലുള്ള എല്ലാവരുമായിട്ട് അല്ലെങ്കിൽ പല കൺട്രീസുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതും ട്രേഡ് നടത്തുന്നതും ഒക്കെ ഗ്ലോബലൈസേഷൻ ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഗ്ലോബലൈസേഷൻ എന്ന് അറിയാം. ഇനിയിപ്പോൾ സിമ്പിൾ ആയിട്ട് ഇതിൽ നിന്ന് ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? റെസ്ട്രിക്റ്റിംഗ് ഫോറിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ത്രൂ ഗവൺമെന്റ് ഏജൻസി. ഒരിക്കലും അല്ല. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫോറിൻ ട്രേഡ് റെസ്ട്രിക്ട് ചെയ്യുവാണോ? അല്ല. ഇന്റഗ്രേറ്റിംഗ് ഇന്ത്യൻ എക്കോണമി വിത്ത് ഗ്ലോബൽ എക്കോണമി ത്രൂ ട്രേഡ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ടെക്നോളജി എക്സ്ചേഞ്ച്. യെസ്, അതാണ്. ഇനിയും അടുത്ത ഓപ്ഷൻസിലേക്ക് പോലും പോകണ്ട, നമുക്ക് ഏറ്റവും കറക്റ്റ് ഓപ്ഷൻ അവിടെ കിട്ടി. ഇന്ത്യൻ എക്കോണമിയെ ഗ്ലോബൽ എക്കോണമിയുമായിട്ട് ആ ഒരു ഇന്റഗ്രേഷൻ, വേൾഡ് എക്കോണമിയുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതാണ് അല്ലേ? എങ്ങനെയാ? ട്രേഡും ഇൻവെസ്റ്റ്മെന്റും ടെക്നോളജിക്കൽ എക്സ്ചേഞ്ചുകളിൽ കൂടി നമ്മൾ മറ്റ് രാജ്യങ്ങളുമായിട്ട് എക്സ്പോർട്ട് ഇമ്പോർട്ട് നടത്തുന്നു, ഇൻവെസ്റ്റ്മെന്റുകൾ FDI FPI പോലെയുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നു, ടെക്നോളജീസ് എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഇങ്ങനെ വേൾഡ് എക്കോണമിയുമായിട്ട് ഇന്ത്യൻ എക്കോണമിയെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഓപ്ഷൻ സിയും ഡിയും ജസ്റ്റ് ഒന്ന് നോക്കാം. റെഡ്യൂസിങ് ഇമ്പോർട്ട് ആൻഡ് പ്രൊമോട്ടിംഗ് ലോക്കൽ ഇൻഡസ്ട്രി ത്രൂ ഗവൺമെന്റ് എക്കണോമിക് ഏജൻസി. ഒരിക്കലും അല്ല അല്ലേ? ഇമ്പോർട്ട് കുറയ്ക്കുന്നു, ലോക്കൽ ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അതൊരിക്കലും ഗ്ലോബലൈസേഷനിൽ പറയാനായിട്ട് പറ്റില്ല. ലാസ്റ്റ് വൺ, ഫോക്കസിങ് ഓൺലി ഓൺ ഡൊമസ്റ്റിക് എക്കണോമിക് പോളിസി ആൻഡ് ഡിക്രീസിങ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ എക്സ്പോർട്ട്. നോ, അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ഗ്ലോബലൈസേഷനെ വെച്ച് നോക്കിയാൽ കറക്റ്റ് ആൻസർ. സോ ഗ്ലോബലൈസേഷൻ ഓഫ് ഇന്ത്യൻ എക്കോണമി മീൻസ് ദ പ്രോസസ് ഓഫ് ഇന്റഗ്രേറ്റിംഗ് ഇന്ത്യൻ എക്കോണമി വിത്ത് global economy, allowing for increased cross-border trade, capital flow, technology transfer, essentially making the Indian market more interconnected with the rest of the world through policies like liberalization and privatization. അവിടെ പല പോളിസീസിനെ പറ്റിയിട്ടും പറയുന്നുണ്ടല്ലേ, ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഒക്കെ. ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി അങ്ങോട്ട് വരുന്നുണ്ട്. സോ ഗ്ലോബലൈസേഷൻ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ എക്കണോമിയെ വേൾഡ് എക്കോണമിയുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതാണ് ഗ്ലോബലൈസേഷൻ. അത് എങ്ങനെയാകാം? ട്രേഡോ, ഇൻവെസ്റ്റ്മെന്റുകളോ, ടെക്നോളജിക്കൽ എക്സ്ചേഞ്ചുകളോ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടിയൊക്കെ നമ്മുടെ എക്കണോമിയെ വേൾഡ് എക്കോണമിയുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിനെ ഗ്ലോബലൈസേഷൻ എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൈക്രോ എൻവയോൺമെന്റ് ഓഫ് എ ബിസിനസ് ഇൻക്ലൂഡ്സ്. വളരെ സിമ്പിൾ, ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. നമ്മൾ +1 +2 എക്കണോമിക്സിൽ പഠിക്കുന്നതാണ്. എക്കണോമിക്സ് എന്താണ് നമ്മൾ ഫസ്റ്റ് 10ാം ക്ലാസ് വരെ നമുക്ക് എക്കണോമിക്സ് പഠിക്കാനില്ല. +1 കയറുമ്പോൾ കൊമേഴ്സുകാർ എക്കണോമിക്സ് എന്താണെന്ന് പഠിക്കുമ്പോൾ ആദ്യം തന്നെ പഠിക്കുന്നത് മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്, വേംസ് ഐ വ്യൂ, ബേർഡ്സ് ഐ വ്യൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കും അല്ലേ. മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വേംസ് ഐ വ്യൂ ആണ്, മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ബേർഡ്സ് ഐ വ്യൂ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് മൈക്രോ എക്കണോമിക്സിൽ വരുന്ന എലമെന്റുകൾ, എന്താണ് മാക്രോയിൽ വരുന്ന എന്താണെന്നൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് എത്താം. ഗവൺമെന്റ് റെഗുലേഷൻസ് മൈക്രോ ആണോ? ഒരിക്കലും അല്ല, മാക്രോ എക്കണോമിക് ആണ് അല്ലേ. നാഷണൽ എക്കണോമിക് പോളിസി, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, ഇതെല്ലാം മാക്രോ എക്കണോമിക്സ് ആണ്. മൈക്രോ എക്കണോമിക് എന്ന് പറയുമ്പോൾ ബിസിനസ്സുമായിട്ട് ഡയറക്റ്റ് റിലേഷൻ ആണ്. അവിടെ നമുക്ക് സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ് ഇവരെല്ലാം മൈക്രോ എക്കണോമിക് എൻവയോൺമെന്റിൽ വരുന്നതാണ്, അല്ലെങ്കിൽ മൈക്രോ എൻവയോൺമെന്റിൽ വരുന്നതാണ്. ഇനി ഇത് എക്കണോമിക്സിൽ മാത്രമല്ല, നമ്മൾ ബിസിനസ് എൻവയോൺമെന്റിലും പഠിക്കുന്നതാണ്. ബിസിനസ് എൻവയോൺമെന്റിലും മൈക്രോ എൻവയോൺമെന്റും മാക്രോ എൻവയോൺമെന്റും ഉണ്ട്. അതേപോലെ നമ്മുടെ എക്കണോമിക്സിലും ഉണ്ടല്ലോ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും ഒക്കെ. സോ ഈ ഒരു മൈക്രോ ആൻഡ് മാക്രോ ടേംസ് ബിസിനസ് എൻവയോൺമെന്റിലും നമ്മുടെ എക്കണോമിക്സിലും നമ്മൾ പഠിക്കുന്ന ടേംസ് ആണ്. സോ രണ്ടായാലും കോൺസെപ്റ്റ് സെയിം ആണ്. മൈക്രോ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അധികം ബ്രോഡ് അല്ല. മാക്രോ എൻവയോൺമെന്റ് അല്ലെങ്കിൽ മാക്രോ എക്കണോമിക്സ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി ബ്രോഡർ ആണ്. മൈക്രോ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നമ്മൾ നാരോ ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് മൈക്രോയിൽ വരുന്നത്. ഇവിടെ നമുക്കറിയാം മൈക്രോ എൻവയോൺമെന്റ്, ഒരു ബിസിനസ് എൻവയോൺമെന്റിനെ വെച്ച് നോക്കിയാൽ മൈക്രോ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ് ആൻഡ് കോമ്പറ്റീറ്റേഴ്സ്, ഇവരൊക്കെ മൈക്രോ എൻവയോൺമെന്റിൽ വരുന്ന ആളുകളാണ് അല്ലേ. ഇവിടെ നമുക്ക് കാണാം മൈക്രോ എൻവയോൺമെന്റും മാക്രോ എൻവയോൺമെന്റും. ഇവിടെ ഒരു കമ്പനിയെ ബേസ് ചെയ്തിട്ട് അവരുടെ മൈക്രോ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് ഡയറക്റ്റ് റിലേഷൻ ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ആ കമ്പനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നവരാണ്.
കസ്റ്റമേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, എംപ്ലോയി, സപ്ലയേഴ്സ്, ഇവരെല്ലാം ഒരു കമ്പനിയുടെ മൈക്രോ എൻവയോൺമെന്റിൽ വരുന്ന ആളുകളാണ് അല്ലേ. മാക്രോയിലേക്ക് വരുമ്പോൾ അവിടെ കുറച്ചുകൂടി വൈഡർ ടേംസ് ആണ്. സോഷ്യൽ എൻവയോൺമെന്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്, ലീഗൽ ഓർ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്, എൻവയോൺമെന്റൽ, എക്കണോമിക് എൻവയോൺമെന്റ്, ഇതെല്ലാം മാക്രോ എൻവയോൺമെന്റ് ആണ്. ഇത് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ദ ഫേം, നമ്മുടെ ഫേമിന്റെ കൺട്രോളിനും പുറത്താണല്ലേ ഈ പറയുന്ന ആളുകളൊക്കെ. സോ ഇതാണ് നമ്മളുടെ ബിസിനസിന്റെ മൈക്രോ ആൻഡ് മാക്രോ എൻവയോൺമെന്റ്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോളാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ഇൻ ബിസിനസ് ഇൻക്ലൂഡ്സ്. ഇനിയുള്ളതെല്ലാം നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റിലെ ഓരോ എൻവയോൺമെന്റുകൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു വെക്കും. ബിസിനസ് എൻവയോൺമെന്റ് പഠിക്കുമ്പോൾ നമ്മൾ ഈ ഓരോ എൻവയോൺമെന്റുകളെ പറ്റിയിട്ട് പഠിക്കും. ഇനി അതിനകത്ത് എന്തൊക്കെ വരും, പൊളിറ്റിക്കൽ എൻവയോൺമെന്റിൽ എന്തൊക്കെ വരും, എക്കണോമിക് എൻവയോൺമെന്റിൽ എന്തൊക്കെ വരും എന്ന് നമ്മൾ തിയറട്ടിക്കലായിട്ടൊന്ന് പഠിച്ചു വെക്കുന്നതാണ്. അത് തന്നെയാണ് ഇവിടെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെന്റിൽ ഇതിൽ ഏതായിരിക്കും വരുന്നത്? ഗവൺമെന്റ് പോളിസീസ് ആൻഡ് റെഗുലേഷൻ, ചേഞ്ചസ് ഇൻ കസ്റ്റമർ പ്രിഫറൻസ്. കസ്റ്റമർ പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് അല്ല. സപ്ലയർ പ്രൈസിംഗ് സ്ട്രാറ്റജി പൊളിറ്റിക്കൽ അല്ല. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, അതും പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് എന്ന് പറയാൻ പറ്റില്ല. ഗവൺമെന്റ് പോളിസീസ് ആൻഡ് റെഗുലേഷൻസ് ആണല്ലോ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ബാക്കി ഓപ്ഷൻസ് കാണുമ്പോൾ ഒന്നുകൂടി നമുക്കത് ഉറപ്പിക്കാനായിട്ട് പറ്റും അല്ലേ. പൊളിറ്റിക്കൽ എൻവയോൺമെന്റിൽ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ഗവൺമെന്റ് പോളിസീസ് ആൻഡ് റെഗുലേഷൻസ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ഇൻ ബിസിനസ് ഇൻക്ലൂഡ്സ് ദി പൊളിറ്റിക്കൽ കണ്ടീഷൻസ് ആൻഡ് ഗവൺമെന്റ് ആക്ടിവിറ്റി ദാറ്റ് ഇമ്പാക്ട് എ ബിസിനസ്. അവിടെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, ഗവൺമെന്റ് ആറ്റിറ്റ്യൂഡ്, എംപ്ലോയ്മെന്റ് ലോ, പൊളിറ്റിക്കൽ റിസ്ക്, ഗവൺമെന്റ് റിലേഷൻഷിപ്പ്, ടൈപ്പ് ഓഫ് ഗവൺമെന്റ്, ടാക്സേഷൻ പോളിസി, ഇതെല്ലാം നമുക്ക് പൊളിറ്റിക്കൽ എൻവയോൺമെന്റിൽ പറയാൻ പറ്റുന്ന ഫാക്ടേഴ്സ് ആണ്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോളാം. ഇനി നെക്സ്റ്റ് ആണ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ഇൻ ദ ബിസിനസ് എൻവയോൺമെന്റ്. ഇനി നമ്മൾ ഓരോ എൻവയോൺമെന്റിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വളരെ സിമ്പിൾ ആണ് അല്ലേ. ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ഇൻ ദ ബിസിനസ് എൻവയോൺമെന്റ്. ബിസിനസ് എൻവയോൺമെന്റിലെ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിലേതായിരിക്കും വരുന്നത്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒറ്റ നോട്ടത്തിൽ ആൻസറിൽ എത്താം അല്ലേ. ഇമ്പാക്ട് ഓഫ് എക്കണോമിക് ഫ്ലക്ച്വേഷൻസ്. എക്കണോമിക് ഫ്ലക്ച്വേഷൻസ് ഒരിക്കലും ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് അല്ല, അത് എക്കണോമിക് എൻവയോൺമെന്റിൽ വരുന്നതാണ്. ഇനി യൂസ് ഓഫ് ന്യൂ ഇന്നോവേഷൻസ് ആൻഡ് അഡ്വാൻസ്മെന്റ്സ് ഇൻ ടെക്നോളജി. ഡയറക്റ്റ് ആയിട്ട് ആൻസർ തന്നെ അവിടെ ഉണ്ട്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ടെക്നോളജിക്കൽ എൻവയോൺമെന്റിൽ വരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന യൂസ് ഓഫ് ന്യൂ ഇന്നോവേഷൻസ് ആൻഡ് അഡ്വാൻസ്മെന്റ്സ് ഇൻ ടെക്നോളജി. ഇനി കൾച്ചറൽ ട്രെൻഡ്സ് ആൻഡ് ഷിഫ്റ്റ് ഇൻ സൊസൈറ്റൽ വാല്യൂസ്, അത് സോഷ്യൽ എൻവയോൺമെന്റ് ആണ്. ലീഗൽ റെസ്ട്രിക്ഷൻസ് ഓൺ ബിസിനസ് ഓപ്പറേഷൻസ്, ലീഗൽ എൻവയോൺമെന്റിൽ പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ they are the tools and innovations that a business use to operate, interact with the customers and market product. Factors include new software, hardware, internet based service. പുതിയ ടെക്നോളജീസ്, ഒരു ബിസിനസ് അഡാപ്റ്റ് ചെയ്യുന്ന പുതിയ ടെക്നോളജീസും അതേപോലെ തന്നെ കസ്റ്റമേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും പ്രൊഡക്റ്റുകൾ മാർക്കറ്റിംഗ് ചെയ്യാനും ഒക്കെ അവർ യൂട്ടിലൈസ് ചെയ്യുന്ന പുതിയ ടെക്നോളജീസിനെയാണ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The social and cultural environment in a business context involved. ഇനി അടുത്തത് സോഷ്യൽ എൻവയോൺമെന്റിനെ പറ്റിയിട്ട് ചോദിക്കുകയാണ് അല്ലേ. സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെന്റ്. സോ ഇവിടെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇതിലേതായിരിക്കും വരുന്നത്? ലീഗൽ ഫ്രെയിംവർക്ക്സ് ആൻഡ് പ്രോഫിറ്റ് റേറ്റ്. ഒരിക്കലും സോഷ്യൽ എൻവയോൺമെന്റ് അല്ലല്ലോ. ലീഗൽ ഫ്രെയിംവർക്ക്, ആ ഒരു ലീഗൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ലീഗൽ എൻവയോൺമെന്റിൽ വരും അല്ലേ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എൻവയോൺമെന്റിലേക്ക് പറയാം. ഇനി കൺസ്യൂമർ ലൈഫ് സ്റ്റൈൽ, വാല്യൂ ആൻഡ് ഡെമോഗ്രാഫിക് ട്രെൻഡ്സ്. കൺസ്യൂമർ ലൈഫ് സ്റ്റൈൽ, കൺസ്യൂമേഴ്സിന്റെ ലൈഫ് സ്റ്റൈലും വാല്യൂസും അതൊക്കെയല്ലേ നമ്മുടെ സോഷ്യൽ എൻവയോൺമെന്റ്, നമ്മുടെ സൊസൈറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. യെസ്, അപ്പോൾ കൺസ്യൂമേഴ്സിന്റെ ലൈഫ് സ്റ്റൈൽ, വാല്യൂ, ഡെമോഗ്രാഫിക്സ്, അവരുടെ ഡെമോഗ്രാഫിക്സ് ഉണ്ടല്ലേ, അതായത് ഇപ്പോൾ കൺസ്യൂമറുടെ ഏജ് ഗ്രൂപ്പ്, അവരുടെ ഇൻകം, അവരുടെ ജോബ്, ദെൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെന്റിലായിരിക്കും വരുന്നത്. ദെൻ മാർക്കറ്റ് കോമ്പറ്റീഷൻ ആൻഡ് സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ്സ്, ഗ്ലോബൽ ട്രേഡ് റെഗുലേഷൻസ് ആൻഡ് ലോക്കൽ ട്രേഡ് പ്രാക്ടീസ്, ഇതൊന്നും നമ്മളുടെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെന്റിൽ പറയാനായിട്ട് പറ്റില്ല. സോ കൺസ്യൂമർ ലൈഫ് സ്റ്റൈൽ, വാല്യൂസ് ആൻഡ് ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് നമുക്ക് സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെന്റ് എന്ന് പറയാം. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എക്സ്പ്ലനേഷൻ കാണാം. സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെന്റ് എൻകംപാസസ് ദ ബിലീഫ്, വാല്യൂസ്, കസ്റ്റംസ്, ട്രഡീഷൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ഓഫ് ദ സൊസൈറ്റി in which a company operates, including factors like demographic, language, religion, social class, lifestyle trends, and consumer behavior, which significantly influence how a business operates and market its product or services. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളുടെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെന്റിൽ വരുന്നതാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ ഇൻഡിക്കേറ്റർ ഓഫ് ഗ്രോത്ത് പാറ്റേൺ ഓഫ് ഇന്ത്യൻ എക്കോണമി? ഇന്ത്യൻ എക്കോണമിയുടെ ഗ്രോത്ത് പാറ്റേൺ, ഇന്ത്യൻ എക്കോണമിയുടെ ഗ്രോത്ത് നമ്മൾ എന്തിൽ കൂടിയാണ് മനസ്സിലാക്കുന്നത്? ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ യൂണിയൻ ബജറ്റ് ഒക്കെ പ്രഖ്യാപിച്ചായിരുന്നു അല്ലേ? ഈ യൂണിയൻ ബജറ്റിനകത്ത് നമ്മുടെ ഗ്രോത്ത്, ഇന്ത്യൻ എക്കോണമിക്ക് ഈ വർഷം നമ്മൾ ഗ്രോത്ത് ഉണ്ടായോ എന്നൊക്കെ മനസ്സിലാക്കുന്നത് എന്തിൽ കൂടിയായിരിക്കും? ലിറ്ററസി റേറ്റ് ആണോ, ടാക്സ് റവന്യൂ, പോപ്പുലേഷൻ ഗ്രോത്ത്, GDP? ലിറ്ററസി റേറ്റിൽ കൂടി എക്കണോമിക് ഗ്രോത്ത് മനസ്സിലാക്കാൻ പറ്റുമോ? ലിറ്ററസി റേറ്റ് ഒക്കെ നമ്മൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്, അവിടെ നമ്മൾ എടുക്കുന്ന ഐറ്റംസ് ആണ്. പക്ഷേ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ എക്കോണമിയുടെ ഗ്രോത്ത് ആണെന്ന്, അല്ലെങ്കിൽ ആ ഒരു ഗ്രോത്തിന്റെ കീ ഇൻഡിക്കേറ്റർ ആയിട്ട് പറയാനായിട്ട് പറ്റില്ല. ടാക്സ് റവന്യൂ, പോപ്പുലേഷൻ, GDP ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, GDP ആണ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. GDP-യിലുള്ള വർധനവുണ്ടോ? നമ്മുടെ ഈ കഴിഞ്ഞ ബജറ്റിൽ തന്നെ അവതരിപ്പിച്ചത് എന്താണ്? GDP എത്ര കൂടി, അല്ലെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം GDP ഇത്ര ശതമാനം ഇൻക്രീസ് ചെയ്തു എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു GDP-യിലുള്ള ഗ്രോത്ത് ആണ്, അല്ലെങ്കിൽ GDP ആണ് നമ്മുടെ ഇന്ത്യൻ എക്കോണമിയുടെ ഗ്രോത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ GDP എന്താണെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് ദി ടോട്ടൽ മോണിറ്ററി ഓർ മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ എ കൺട്രീസ് ബോർഡേഴ്സ് ഇൻ എ സ്പെസിഫിക് പീരീഡ്. ഒരു സ്പെസിഫിക് പീരീഡിൽ നോർമലി നമ്മളിപ്പോൾ ഒരു വർഷം നമ്മുടെ ഈ ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് ആൻഡ് സർവീസ്, എത്ര രൂപയുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് ഈ രാജ്യത്ത് ഈ വർഷം പ്രൊഡ്യൂസ് ചെയ്തു, അതിന്റെ മോണിറ്ററി വാല്യൂ ആണ്. എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്തു എന്നല്ല, അതിന്റെ മോണിറ്ററി വാല്യൂ ആണ്. എത്ര രൂപയുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മുടെ രാജ്യത്ത് ഈ ഒരു വർഷം എത്ര രൂപയുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്തു, അതാണ് നമ്മളുടെ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സോ ആസ് എ ബ്രോഡ് മെഷർ ഓഫ് ഓവറോൾ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ, ഇറ്റ് ഫംഗ്ഷൻ ആസ് എ കോംപ്രഹെൻസീവ് സ്കോർ കാർഡ് ഓഫ് എ ഗിവൺ കൺട്രീസ് എക്കണോമിക് ഹെൽത്ത്. നമ്മുടെ ഒരു കൺട്രിയുടെ എക്കണോമിക് ഹെൽത്ത് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു കീ ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് ഈ ഒരു GDP-യെ പറയാനായിട്ട് പറ്റും. കാരണം എന്തുകൊണ്ടാണ്? ആ ഒരു GDP നോക്കിയാൽ അറിയാം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം നമ്മുടെ രാജ്യത്ത് പ്രൊഡക്ഷൻ കൂടിയോ അല്ലെങ്കിൽ കുറഞ്ഞോ, കൺസംഷൻ കൂടിയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ GDP വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോക്കസ് സ്ട്രാറ്റജി ഇൻ പോർട്ടേഴ്സ് മോഡൽ ഈസ് എയിംഡ് അറ്റ്. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലെ, പോർട്ടേഴ്സ് മോഡൽസ് നമ്മൾ പറഞ്ഞു. ഡിഫറൻഷിയേഷൻ സ്ട്രാറ്റജിയും, കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജിയും, ഫോക്കസ് സ്ട്രാറ്റജിയും, ഇങ്ങനെ 3 സ്ട്രാറ്റജീസ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെ പറയുന്നത് ഫോക്കസ് സ്ട്രാറ്റജി എയിം ചെയ്യുന്നത് എവിടെയാണ് ഇവിടെ എയിം വരുന്നത്? നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം. കോൺസെൻട്രേറ്റിംഗ് ഓൺ എ സ്പെസിഫിക് മാർക്കറ്റ്, നിche ഓർ സെഗ്മെന്റ്. ഇവിടെ ഈ പേര് കേട്ടപ്പോൾ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്തി അല്ലേ? നിche മാർക്കറ്റ് തന്നെയാണ് നമ്മളുടെ പോർട്ടറുടെ സ്ട്രാറ്റജീസിൽ. ഫോക്കസ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് നിche മാർക്കറ്റിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് വരുന്ന സ്ട്രാറ്റജീസ് ആണ്. അപ്പൊ നമുക്ക് അടുത്ത ഓപ്ഷൻസ് നോക്കുക പോലും വേണ്ട. ഇനി ബാക്കി ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കിയാലും, ടാർഗറ്റിംഗ് എ ബ്രോഡ് കസ്റ്റമർ ബേസ്, ഒരിക്കലുമല്ല, നമ്മളൊരു ചെറിയ കസ്റ്റമർ സെഗ്മെന്റിനെ മാത്രമാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഇനി റെഡ്യൂസിങ് ഓപ്പറേഷണൽ കോസ്റ്റ്, ഇന്നോവേറ്റിംഗ് ന്യൂ പ്രൊഡക്റ്റ് ഫോർ മാസ് മാർക്കറ്റ്, ഒരിക്കലും അവിടെ വരുന്നില്ല. സോ ഇവിടെ ഫോക്കസ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരു നിche മാർക്കറ്റിനെ മാത്രം, ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് കസ്റ്റമേഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു നിche സ്ട്രാറ്റജി, ഫോക്കസ് സ്ട്രാറ്റജി വരുന്നത്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ബാലൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക്